നമ്മൾ വാങ്ങിച്ച സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം AC ബസ് ഒരു സക്സസ് ആണ്. കാരണം നിങ്ങൾക്ക് അതിനകത്ത് നിറഞ്ഞാണ് പോകുന്നത്. ഒരു ദിവസം ആ വണ്ടി ശരാശരി 10,000 രൂപ മുതൽ 15,000 രൂപ വരെ നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്നത്. അതിന് AC ഇട്ടിട്ട് പോലും 5.5 കിലോമീറ്റർ 6 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നു. ഇപ്പൊ നമ്മൾ വാങ്ങിയ സൂപ്പർ ഫാസ്റ്റ് അത് പുതിയ ടെക്നോളജിയാണ്. ആ ടെക്നോളജിയുള്ള വണ്ടിക്ക് അവര് ഓഫർ ചെയ്യുന്ന അവര് വണ്ടി ഓടിച്ചു വരുമ്പോ കാര്യമായിട്ട് വണ്ടി ഓടിച്ചു വന്നപ്പോ 6 കിലോമീറ്ററിന് മേളിലാണ് അവർ മൈലേജ് ആണ്. ലോഡ് കയറ്റി നമ്മൾ പോകുമ്പോ അതെങ്ങനെ പോയാലും ഒരു 4.5 കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടും. ഈ വണ്ടികൾക്കെല്ലാം ഓരോ ലിറ്റർ ഒരു കിലോമീറ്റർ വെച്ച് മൈലേജ് കൂടുതൽ കിട്ടിയാൽ നമുക്കുണ്ടാകാൻ പോകുന്ന ലാഭം കോടികളാണ്. കാരണം നമ്മുടെ നഷ്ടം നമ്മൾ ഒരു മാസം ഒരു ദിവസം കൈ കിട്ടുന്ന പണത്തിന്റെ 50% നമ്മൾ കൊടുക്കുന്നത് ഓയിൽ കമ്പനികൾക്കാണ്. അത് നമ്മൾ കുറച്ചു കൊണ്ടുവരണം. അത് വൈദ്യുതി ബസ് കൊണ്ട് നടക്കുന്നില്ല. വൈദ്യുതി ബസ്സിന് പരമാവധി ആറ്റിങ് വരെ പോകാൻ പറ്റും, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. മുമ്പ് വൈദ്യുതി ബസ് എറണാകുളം വരെ ഓടിച്ചു. 10 പേര് കൊല്ലത്തുനിന്ന് കൂടുതൽ കയറിയ ചേർത്തല ചെല്ലുമ്പോൾ വണ്ടി നിൽക്കും. അങ്ങനെ യാത്ര പകുതിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ല, യാത്ര പൂർണ്ണമാക്കണം. ഇപ്പൊ നമ്മൾ വലിയൊരു നഷ്ടത്തെ നേരിടുന്ന സമയമാണ്. കാരണം തിരുവനന്തപുരത്ത് വിട്ടാൽ വണ്ടി റോഡ് പണിയാണെന്നും പറഞ്ഞ് ചാത്തന്നു കിടക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, വണ്ടി ക്ലച്ചും ചവിട്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഓഫ് ചെയ്യാൻ പറ്റുമോ? നിരങ്ങി നീങ്ങുകയാണ്. പിന്നെ ചേർത്തല ചെല്ലുമ്പോൾ അവിടെ കിടക്കും. അരൂര് മുതൽ അങ്ങ് ചേർത്തല മുതൽ അരൂര് വരെ അവിടെ നിങ്ങൾക്കറിയാം, നിങ്ങൾ അനുഭവിക്കുന്നതാണ് വണ്ടി ഓടിക്കുന്നത്. യാത്രക്കാരിൽ നിന്ന് മുഷിയാണ്. അത് കഴിഞ്ഞാൽ തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ എറണാകുളം കഴിഞ്ഞാൽ അങ്കമാലി കഴിഞ്ഞാൽ പിന്നെ കിടപ്പോടെ കിടപ്പാണ്.